ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വരുന്നത്. വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാപ്ടോപ്പിന് വരുന്ന കംപ്ലൈൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കംപ്ലൈൻ്റാണ് ഈ കീബോർഡ് കംപ്ലൈൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയുന്നത്. അതിൽ വരുന്നത് കീബോർഡ് എങ്ങനെയാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്, അതിനുള്ള പരിഹാരം എന്താണ്, അതിൻ്റെ എത്ര ചിലവ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. ഒരു കീബോർഡ് കംപ്ലൈൻ്റ് ആയതാണ് കേട്ടോ, ഈ ബട്ടൺ പോയതാണ്, ബാക്കി എല്ലാ കീകളും വർക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് മാറ്റുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ മാറ്റാതെ വേറെ ഒരു ട്രിക്ക് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോരോ കംപ്ലൈൻറ്റുകളാണ് ലാപ്ടോപ്പ്. ഇത് കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആണ് ഈ കീബോർഡ്. ഇത് ഏറ്റവും വില കൂടിയ ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ കീബോർഡാണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ഥാപനം ആയതുകൊണ്ട്, സർവീസ് ആയതുകൊണ്ട് ഒരുപാട് കംപ്ലൈൻറ്റുകൾ കീബോർഡ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ഈ കീബോർഡാണ്. ഈ കീബോർഡ് എങ്ങനെ ഈ കംപ്ലൈൻറ്റ് വരുന്നത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് കീബോർഡിനെ കുറിച്ച്. കീബോർഡാണ് ലാപ്ടോപ്പിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കംപ്ലൈൻറ്റ് ദിവസം വരുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട കീബോർഡുകളാണ് ഇത് ഒരെണ്ണം കംപ്ലൈൻറ്റ്, ഇത് കംപ്ലൈൻറ്റ് ദിവസം വരും. അതൊക്കെ നല്ല വില കൂടിയ കീബോർഡുകളാണ്. ഈ ലെനോവോ തിങ്ക്പാഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2000 രൂപയോളം കീബോർഡിന് പ്രൈസ് വരുന്നതാണ്. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ വിടുന്നത്. അതിൽ ഇത് ഏറ്റവും കൂടുതൽ വില കൂടിയതാണ് ഗെയിമിംഗ് ലാപ്ടോപ്പിന്. ഇതിന് ഏകദേശം 4000 രൂപയോളം ഈ കീബോർഡിന് മാത്രം വില വരുന്നുണ്ട്. ഇതൊക്കെ ഒരു 900, 1000, 1000, ഒരു 1000 രൂപ തൊട്ട് 1800 രൂപ വരെ നോർമലി കീബോർഡിന് വില വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കീബോർഡിൻ്റെ ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടും. അതിൻ്റെ ടിപ്പ് ആൻഡ് ട്രിക്സാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നലെ ഈ കീബോർഡ് മാറ്റിയതാണ്. ഇത് കംപ്ലൈൻറ്റ് വരാനുണ്ടായ കാരണം ഇത് ഒരുപാട് കാലം ഉപയോഗിക്കാതിരുന്ന ലാപ്ടോപ്പാണ്. അപ്പോൾ ലാപ്ടോപ്പിന് ആദ്യം വരുന്ന കംപ്ലൈൻറ്റ് കീബോർഡാണെന്ന് പറഞ്ഞു. അത് കംപ്ലൈൻറ്റ് വരാനുള്ള കാരണം ലാപ്ടോപ്പ് ഉപയോഗിക്കാതെ ഒരുപാട് കാലം ഇരുന്ന് കഴിഞ്ഞാൽ കീബോർഡ് ഫസ്റ്റ് പോകും, പിന്നെ ഹാർഡ് ഡിസ്ക് പോകും, പിന്നെ ഡിസ്പ്ലേ പോകും. അങ്ങനെയാണ് അതിൻ്റെ ആ വൈക്ക് വഴിയായി ഓരോന്ന് പോകുന്ന രീതി. ചിലപ്പോൾ ഡിസ്പ്ലേ പോകാം, ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് പോകാം, ചിലപ്പോൾ കീബോർഡ് പോകാം. ലാപ്ടോപ്പ് മിനിമം ഒരു മാസത്തിലെങ്കിലും അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും ലാപ്ടോപ്പ് ഒന്ന് ഓണാക്കി ഇടണം. എന്നാൽ ലാപ്ടോപ്പിൻ്റെ കീബോർഡിൻ്റെ ഹെൽത്ത് കുറച്ചും കൂടെ ഈട് കിട്ടും. ഇനി കീബോർഡ് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ മാറ്റുക അല്ലാതെ വേറൊരു ഓപ്ഷൻ വരുന്നത്, ഒന്ന് നമുക്ക് എക്സ്റ്റേണൽ കീബോർഡ് ഉപയോഗിക്കാം, 2 വെർച്വൽ കീബോർഡ് ഉപയോഗിക്കാം, 3ാമത് മാറ്റുക എന്നുള്ള ഓപ്ഷനുള്ളൂ. അപ്പോൾ വെർച്വൽ കീബോർഡ് എങ്ങനെ ഉപയോഗിക്കുക? ഒരു കീയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കീബോർഡ് മാറ്റി കഴിഞ്ഞാൽ പല ആളുകൾക്കും വലിയ വിലൻ്റെ കീബോർഡാണെങ്കിൽ മുതലാവില്ല. അപ്പോൾ 1 കീയോ 2 കീയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരു വെർച്വൽ കീബോർഡ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ പറയാം. വെർച്വൽ കീബോർഡ് എടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ വിൻഡോസ് കീ +R, അപ്പോൾ റൺ കമാൻഡ് എടുക്കുക. അവിടെ നമ്മൾ OSK എന്ന് ടൈപ്പ് ചെയ്യാം. OSK എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെർച്വൽ കീബോർഡ് കിട്ടും. ഇതാണ് വെർച്വൽ കീബോർഡ്. അറിയാത്തവർക്കാണ്, അറിയുന്നവരുണ്ടാവും. വെർച്വൽ കീബോർഡ് ഓൺ ബോർഡ് കീബോർഡ് എന്നും പറയും. അതാണെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ വെർച്വൽ കീബോർഡ് അല്ലെങ്കിൽ OSK എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ നേരെ പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് പിൻ ടു ടാസ്ക് ബാറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് ബാറിൽ അത് കിട്ടി. ഇതാണ് ടാസ്ക് ബാർ, കണ്ടില്ല? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ കീ നമുക്ക് കിട്ടാത്തത്, അങ്ങനെയെങ്കിൽ ആ കീ മാത്രം ഉപയോഗിക്കാൻ ഇങ്ങനെ ഈ വെർച്വൽ കീബോർഡ് എടുക്കാം. അപ്പോൾ ഒരു കീക്കും മാത്രം വേണ്ടിയിട്ട് നമ്മൾ കീബോർഡ് മാറ്റേണ്ടതെന്ന് ചുരുക്കം. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. പല ആളുകൾക്കും അറിയാത്ത പുതിയ ആളുകൾക്കാണ് ഈ വീഡിയോ ഇടുന്നത്. മറ്റ് എക്സ്പേർട്ടേഴ്സ് ക്ഷമിക്കണേ, ഇത് അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആണ്. ഈ ബേസിക്കായിട്ട് ലാപ്ടോപ്പ് ഉപയോഗിച്ച് തുടങ്ങുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ്. ജി ടൈപ്പ് ചെയ്തിട്ട് കിട്ടുന്നില്ല, ജി ടൈപ്പ് ചെയ്തിട്ട് വരുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെ വെർച്വൽ കീബോർഡ് ഉപയോഗിക്കാനാണ്? ഏതെങ്കിലും ഒരു കീ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ
അപ്പോൾ നേരെ ടാസ്ക് ബാർക്ക് പോവുക. നേരത്തെ നമ്മൾ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെച്ച കീബോർഡ് എടുക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരുന്നു. ഓക്കെ, ടാസ്ക് ബാർ ഓപ്പൺ ചെയ്തു. നമുക്ക് ഏതാണോ ജി ആണ് നമുക്ക് കിട്ടാത്തത്, അപ്പോൾ അങ്ങനെയെങ്കിൽ ജി ടാസ്ക് ബാർ ഓപ്പൺ ചെയ്ത് ജിയിൽ ക്ലിക്ക് ചെയ്യുക. ജി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പ്രസ് ചെയ്തു. കണ്ടോ, ഏത് കീ ആണോ വർക്ക് ചെയ്യാത്തതെങ്കിൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഷോർട്ട് കട്ട്. അപ്പോൾ ഒരു കീ ഒന്നും പോയിന് കീബോർഡ് വലിയ വിലൻ്റെത് മാറ്റണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു കീയൊക്കെ ആണെങ്കിൽ തൽക്കാലം ഇങ്ങനെ കൊണ്ടുപോകാം എന്നാണ്. അതിൻ്റെ ഫൈനൽ ഇതുപോലെ USB കീബോർഡ് ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിടണം, കീബോർഡിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിടണം. എന്നിട്ടാണ് USB എക്സ്റ്റേണൽ ഉപയോഗിക്കുക. അതിന് വില കുറവാണ്, അതാണ് ഈട് നിൽക്കുക. മറ്റേത് ലാപ്ടോപ്പിൻ്റെ കൂടെ വരുന്നത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അത് സെക്കൻഡ് ആയിക്കോട്ടെ പുതിയതായിക്കോട്ടെ ഏതും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇത് ഇങ്ങനൊരു വീഡിയോ വരാൻ കാരണം ഇത് ലാപ്ടോപ്പ് സെയിൽസും സർവീസും ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടാൻ വിചാരിച്ചത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. യൂസ്ഡ് ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ ഓരോ ലാപ്ടോപ്പുകളാണ്, ഇതൊക്കെ സെയിലിന് വന്ന ലാപ്ടോപ്പുകളാണ്. സർവീസ് നമ്മളതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സർവീസ് റിലേറ്റഡുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനക്കയത്താണ് ഷോപ്പ് വരുന്നത്. ആനക്കയം മഞ്ചേരി റൂട്ടിൽ, മലപ്പുറം റോഡാണ്. മലപ്പുറം പെരിന്തൽമണ്ണ മഞ്ചേരി അനക്കയം ജംഗ്ഷൻ, ഇതാണ് സ്ഥലം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർവീസോ സെയിൽസോ സെക്കൻഡ് ലാപ്ടോപ്പോ വേണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി എന്തെങ്കിലും വീഡിയോ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒന്ന് അറിയിക്കുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.